ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഒരു ചിന്ത, ഒരു സാത്താൻ തരുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നിനക്ക് സുഖം മാത്രമേ ഉണ്ടാകുള്ളൂ, സന്തോഷം മാത്രമേ ഉണ്ടാകുള്ളൂ, നീ ആ വഴിയിലൂടെയാണ് നടക്കുക, നീ എൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ. അങ്ങനെ മാത്രമല്ലാട്ടുണ്ടാകുക. ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവർക്ക് സഹനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം മനസ്സിലാകുക, ഏത് സഹനവും സന്തോഷം ഉണ്ടാകുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. സന്തോഷം കിട്ടാൻ വേണ്ടി മാത്രമാകരുത് ദൈവത്തോട് ചേർന്നേക്കുന്നത്. സഹനം ഉണ്ടാകും, വേദനകളുണ്ടാകും, നിരാശകളുണ്ടാകും. ആ സമയത്തൊക്കെ എൻ്റെ കൈപിടിച്ച് നടത്താൻ കർത്താവ് കൂടെയുണ്ടാകും. നമ്മളിങ്ങനെയൊക്കെ ചേർന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ നന്നായിട്ട് ദേവാലയത്തിൽ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സഹനം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ കളിയാക്കും. ഇത്രയൊക്കെ ദേവാലയത്തിലൊക്കെ പോയിട്ടും, ഇത്രയൊക്കെ ദൈവത്തോട് ചേർന്നിരുന്നു, നിനക്ക് എന്തിങ്ങനെ സഹനം വരാൻ കാരണം? ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് പത്രോസിനോട് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ്, സാത്താനേ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകും. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഇങ്ങനെ മാനുഷികമായി ചിന്തിക്കുന്ന വ്യക്തികളായിട്ട് നമ്മളും കൂടെയുള്ളവരുമായി പോകുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ സഹനം ഉണ്ടാകും, വേദനകളുണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. എപ്പോഴൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ കൂടെ ദൈവം ഉണ്ടാകും. അതുകൊണ്ടാണ് യാക്കോബ് 4:8 പറഞ്ഞത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്, ഈ സാത്താൻ തരുന്നൊരു ചിന്തയാണ്, നിനക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകുള്ളൂ, സന്തോഷം മാത്രമേ ഉണ്ടാകുള്ളൂ. പിന്നെ നമ്മളെ കളിയാക്കും. ദൈവത്തോട് ചേർന്ന് ഇപ്പം നിനക്ക് ദുഃഖം വന്നല്ലോ, എന്ത് ചെയ്യും, നീ എൻ്റെ കൂടെ ചേര് എന്ന് പറയും. അത് നമുക്ക് കേൾക്കാതിരിക്കാൻ, ഒരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് ആ ചിന്ത കടന്നു വരാതിരിക്കട്ടെ. മറ്റുള്ള വ്യക്തികൾ, നമ്മുടെ കൂടെയുള്ള കൂടപ്പുറപ്പുകൾ അല്ലെങ്കിൽ കൂട്ടുകാർ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളെ കളിയാക്കാൻ വേണ്ടി. വേദനകളൊക്കെ വരുമ്പോൾ അതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കുക. അവിടെ നമ്മൾ കൊടുക്കേണ്ട ഉത്തരവേ ഉള്ളൂ, സാത്താനാണ് മുമ്പിൽ നിൽക്കണേ, കൂട്ടുകാരിയല്ല, കൂട്ടുകാരനല്ല, അല്ലെങ്കിൽ സാത്താനാണ് അവര്. ആ സമയത്ത് അവര് നാവ് കൊണ്ട് പിശാചിങ്ങനെ പറയിപ്പിക്കുക, ദൈവത്തിന് അകറ്റിക്കൊണ്ട് ഒന്ന് വാക്കുകൾ പറയിപ്പിക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതത്തിൽ സഹനം ഉണ്ടാകുമ്പോൾ ദൈവം കൂടെയുണ്ട്, സന്തോഷം ഉണ്ടാകുമ്പോൾ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം നമുക്കുണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം.